ഹലോ ഫ്രണ്ട്സ്, PC ഹിൻസ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു ബുക്കിൽ നിന്നും റാങ്ക് ഫയലിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. നമുക്ക് നോക്കാം. കേരളസിംഹം എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഓപ്ഷൻ വായിക്കാം. ശക്തൻ തമ്പുരാൻ, വേലുത്തമ്പി, സി ടിപ്പു സുൽത്താൻ, ഡി പഴശ്ശിരാജ. നമുക്കറിയാം കേരളസിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജയാണ്. ഓപ്ഷൻ ഡി ആണ്, പഴശ്ശിരാജയാണ്. അത് മെയിൽ ഓർ ഫീമെയിൽ വാർഡൻ ഫോറസ്റ്റ് കൊണ്ട് 2015 ചോദിച്ചൊരു ചോദ്യമാണ്. കേരളസിംഹം എന്നറിയപ്പെടുന്ന രാജാവ്. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് AK ഗോപാലനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, മൂന്നാമത്തെ, കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ്? അത് കുളച്ചൽ യുദ്ധമാണ്. കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അടുത്തത് നോക്കാം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള സംഭവമാണ് ചൗരിചൗര സംഭവം. അടുത്തത്, തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് 1741. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? ഉത്തരം പയ്യന്നൂരാണ്. അത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 1936 നവംബർ 12 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ആണ് ശ്രീ ചിത്ര തിരുനാൾ. അടുത്തത്, വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? അത് വൈക്കം സത്യാഗ്രഹമാണ്. ഓപ്ഷൻ ഡി ആണ്, വൈക്കം സത്യാഗ്രഹമാണ്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ്? ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. അത് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവാണ് പഴശ്ശിരാജ. അടുത്തത്, ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശിരാജാവ് വീരമൃത്യു വരിച്ചതെന്നാണ്? 1805 നവംബർ 30. അടുത്തത്, ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിലെ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഓപ്ഷൻ ബി ഗുരുവായൂർ ക്ഷേത്രം. അടുത്തത്, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ്? ഓപ്ഷൻ ബി കുറിച്യർ കലാപം. അടുത്തത്, കൂനൻ കുരിശ് സത്യം നടന്ന വർഷമാണ് 1653. ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം ഏത് വർഷമായിരുന്നു? 1941 ആയിരുന്നു. അടുത്തത്, പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാണ്? KM പണിക്കർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. KM പണിക്കരാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിമോചന സമരം നടന്ന വർഷമാണ് 1959. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, KP കേശവമേനോനാണ്. അടുത്തത്, 1936 ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരമാണ് തൃശ്ശൂർ. അടുത്തത്, AK ഗോപാലൻ പട്ടിണി ജാഥ നയിച്ചത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? കണ്ണൂർ ടു മദ്രാസ് ആണ്. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാവുക. താങ്ക്